വല്ലപ്പോഴും അവിടെ വന്ന് ഒരു ടൂറിസ്റ്റ് വിസയിൽ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. വയനാടിന് ധാരാളം വികസന പ്രതിസന്ധികൾ പരിഹരിക്കാനുണ്ട്. ഇത് മോദിജിക്ക് മാത്രമേ ഇനി പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്റെ ഷെഡ്യൂളൊന്നും തീരുമാനിച്ചിട്ടില്ല. നാളെ എനിക്ക് എറണാകുളത്തും ആലപ്പുഴയിൽ ശ്രീമതി ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട്. എന്തായാലും അത് രണ്ടും കഴിഞ്ഞതിന് ശേഷമേ പരിപാടി പ്രധാനമായിട്ടും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചതാണ്. ഇന്ന് കോട്ടയത്തെ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ആയിരുന്നു. അടുത്ത ദിവസം തന്നെ വയനാട്ടിലേക്ക് പോകുന്നു. സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ സംഘടനാപരമായിട്ട് പ്രസിഡന്റ് ചുമതല മറ്റാരെങ്കിലും ഏൽപ്പിക്കും, അങ്ങനെ ആലോചനയുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര നേതൃത്വം എന്നോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ആദ്യം മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാടായിരുന്നു എടുത്തത്. അതുകൊണ്ട് ആദ്യത്തെ തീരുമാനത്തെ അവർ അംഗീകരിച്ചു. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ വേണം എന്നുള്ളതിന്റെ അർത്ഥത്തിൽ മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനാണ്. പാർട്ടി എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്ന ഒരു ശീലം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും പാർട്ടിക്കാരന്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു അടിയുറച്ച പാർട്ടി അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ പോരാട്ടം, കനത്ത പോരാട്ടം നിങ്ങൾക്ക് വയനാട്ടിൽ പ്രതീക്ഷിക്കാം. വളരെ ശക്തമായിട്ട് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി, തെറ്റായ രാഷ്ട്രീയത്തിനെതിരായി, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോലും പോയി ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടയാൻ പരിശ്രമിക്കുന്ന ഒരു നേതാവിനെതിരായി സർവ്വശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പോരാടും. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിൽ താഴെ മാത്രം വോട്ട് കിട്ടിയ മണ്ഡലമാണ്. കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ നോക്കിയിട്ടാണോ? നോക്കൂ, നിങ്ങൾ രാഹുൽ ഗാന്ധിയും കുടുംബവും പതിറ്റാണ്ടുകളോളം കയ്യിൽ വെച്ച മണ്ഡലമായിരുന്നു അമേഠി. കഴിഞ്ഞ തവണ അമേഠിയിലെ ജനങ്ങൾ എന്താണോ ചെയ്തത്, ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ നോക്കുന്നു, നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. നമുക്ക് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ട് അടുത്ത ദിവസം ചോദിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഭാരിച്ച ഉത്തരവാദിത്തമാണ്. എനിക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാൻ ആ ബോധ്യം വിനയത്തോടെ ഏറ്റെടുത്തു. ഇനി വിനയാന്വിതനായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുക. സന്തോഷവാനാണ്. തീർച്ചയായിട്ടും പാർട്ടി എന്ത് പറഞ്ഞാലും അതിൽ സന്തോഷമേ ഉള്ളൂ. പാർട്ടി അധ്യക്ഷനാവാൻ പറഞ്ഞു, ഞാൻ അധ്യക്ഷനായി. അതിനു മുമ്പ് ജനറൽ സെക്രട്ടറി ആവാൻ പറഞ്ഞു, ഞാൻ ജനറൽ സെക്രട്ടറി ആയി. മത്സരിക്കാൻ പറഞ്ഞു, ഞാൻ മത്സരിച്ചു. കഴിഞ്ഞ തവണ 2 തവണ സ്ഥലത്ത് മത്സരിക്കാൻ പറഞ്ഞു, ഞാൻ മത്സരിച്ചു. എല്ലാം പാർട്ടി പറയുന്നത് അച്ചടക്കത്തോടെ, അനുശാസനത്തോടെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ആ ഗുണം എല്ലാ BJP പ്രവർത്തകരും അവർ കാണിക്കുന്നതാണ്. വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.